ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ദ ഗാർഫീൽഡ് മൂവിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഒരു നട്ടപ്പാതിരാക്കി ഓഡിയയും നമ്മുടെ ഗാർഫീൽഡിനെയും രണ്ട് പട്ടികൾ വന്നിട്ട് തട്ടിക്കൊണ്ടു പോവുകയാണ്. അവരെന്തിനായിരിക്കും ഓഡിയയും ഗാർഫീൽഡിനെയും തട്ടിക്കൊണ്ടു പോയിരുന്നത്? നമുക്ക് കണ്ടറിയാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഗാർഫീൽഡ് തന്നെ പറ്റിയിട്ടുള്ള ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ പറയാണ്. എങ്ങനെയാണ് ഗാർഫീൽഡ് ഈ ഒരു വീട്ടിലേക്ക് ജോൺ എന്ന യജമാനൻ്റെ അടുത്തേക്ക് എത്തിയത്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂട്ടത്തിൽ തൻ്റെ ഒപ്പം നിൽക്കുന്ന ഓഡിയയും പരിചയപ്പെടുത്താനായിട്ട് അവൻ മറക്കുന്നില്ല. രാവിലെ തന്നെ അവൻ ഓർഡർ ചെയ്യാണ്. വേറൊന്നുമല്ല, പിസ്സയും പിന്നെ അതുപോലെ പുതിയതായിട്ട് വന്നിട്ടുള്ള എല്ലാ ഐറ്റംസൊക്കെ വീട്ടിലേക്ക് ഓർഡർ ചെയ്ത് വരുത്തുകയാണ്. അതായത് വെറും ഓർഡർ ചെയ്ത് വരുത്തല്ല, ഡ്രോൺ ഉപയോഗിച്ചിട്ടാണ് ആ ഒരു പാക്കേജും കാര്യങ്ങളും ആ ഫുഡും കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് എത്തുന്നത്. അവൻ അപ്പം തന്നെ ആ ഒരു പിസയും കാര്യങ്ങളൊക്കെ അകത്താക്കുന്നുണ്ട്. അവനങ്ങനെ അവൻ്റെ ആ ഒരു സ്റ്റോറി പറയാണ്. പണ്ട് അവൻ കുഞ്ഞായിരിക്കുമ്പോൾ അവൻ്റെ അച്ഛനായിട്ടുള്ള വിക്ക് എന്ന് പറയുന്ന ആ ഒരു പൂച്ച അവിടെ അവനെ ഉപേക്ഷിച്ച് പോവുകയാണ്. അതായത് ഒരു തെരുവിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവനൊരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്, ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്. അവിടെ നിന്നാണെങ്കിൽ നല്ല സ്വാദൂറുന്ന ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിച്ചിട്ട് അവനവിടെ പോയി നോക്കുന്നുണ്ട്. അവിടെയാണ് ആദ്യമായിട്ട് അവൻ ജോണിനെ കാണുന്നത്. ആ ഒരു റെസ്റ്റോറൻറ്റിൽ ജോണും ഒറ്റയ്ക്കാണ് ഭക്ഷണം കഴിക്കാനായിട്ടുണ്ടായിരുന്നത്. പുറത്ത് നിൽക്കുന്ന ഈ ഒരു പൂച്ചക്കുഞ്ഞിനെ കണ്ട അവനാണെങ്കിൽ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും നല്ല കൂട്ടായിട്ട് നമ്മുടെ പൂച്ചക്കുഞ്ഞിന് ഈ ഒരു ജോൺ ഈ ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പൂച്ചക്കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചു തീർത്തതിന് ശേഷം അവിടെ ഉണ്ടായിരുന്ന ബാക്കി കസ്റ്റമേഴ്സിൻ്റെ ഭക്ഷണം കൂടി അകത്താക്കാൻ തുടങ്ങുകയാണ്. ഇത് കണ്ടിട്ടാണെങ്കിൽ ജോൺ ആകെ പേടിച്ചിട്ട് ഇവനെ തെരഞ്ഞു നടക്കുകയാണ്. നമ്മുടെ ഗാർഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ഗാർഫീൽഡ് ആണെന്ന് ഓർക്കണേ, എന്നിട്ട് പോലും അവനവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫുഡുകളും അടിച്ചു മാറ്റി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചിട്ടാണ് ജോൺ ഗാർഫീൽഡിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ശരിക്കും നമ്മുടെ ഈ കഥ പറയുന്ന ഗാർഫീൽഡ് പറയുന്നത് വേറെയാണ് കേട്ടോ. അതായത് ഞാൻ അവിടെ നിന്നാണ് ജോണിനെ അഡോപ്റ്റ് ചെയ്യുന്നത് എന്നാണ് അവൻ ഇപ്പം ഈ കഥ പറയുന്ന നമ്മളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗാർഫീൽഡിൻ്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാമല്ലോ, ഫുള്ള് തഗ്ഗിൻ്റെ ഉസ്താദാണല്ലോ. ഗാർഫീൽഡിൻ്റെ ഒരു നല്ല കൂട്ടുകാരുണ്ട്, ഓടി എന്നാണ് പേര്. ആ ഒരു പട്ടിക്കുട്ടി, ബീഗിളായിട്ടുള്ള ആ ഒരു പട്ടിക്കുട്ടിക്ക് ഇവനെ ഭയങ്കര ഇഷ്ടമാണ്. ഇവന് വേണ്ടിയിട്ട് എന്തും ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മുടെ ഗാർഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അതിനൊന്നും അത്ര വലിയ വിലയും കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. ഗാർഫീൽഡിന് ഇഷ്ടമല്ലാത്തൊരു ദിവസമാണ് തിങ്കളാഴ്ച. മറ്റൊന്നും കൊണ്ടല്ല, ഗ്രൂമിങ്ങും കുളിയും തേവാരവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഒരു ദിവസമാണ്. അതാണെന്നുണ്ടെങ്കിൽ അവന് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച ആവരുതേ എന്നാണ് അവൻ പ്രാർത്ഥിക്കാറ്. ഗാർഫീൽഡിന് എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മുടെ ജോൺ എന്ന ഈ ഒരു യജമാനൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. കൂടാതെ അവന് സപ്പോർട്ടായിട്ട് ഏത് നേരവും ഓടിയെന്ന ആ ഒരു പട്ടിക്കുട്ടിയും അവൻ്റെ കൂടെയുണ്ട്. അന്ന് രാത്രി മിഡ് നൈറ്റ് ആകുമ്പോൾ ഒരു സ്നാക്കും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് നമ്മുടെ ഗാർഫീൽഡ്. അതിനായിട്ട് ഈ ഓടിയും ഗാർഫീൽഡും കൂടി അവിടെ നിന്ന് ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ തുറന്നിട്ട് ഭക്ഷണം എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ട് പട്ടിക്കുട്ടന്മാർ വന്നേക്കുന്നത്. റോളൻ്റെന്നും നോളനെന്നും പേരുള്ള ഈ രണ്ട് പട്ടികൾ ഇവരെ രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്തിട്ട് ഒരു ഉപേക്ഷിക്കപ്പെട്ട ഒരു മാളിലേക്ക് എത്തിക്കുകയാണ്. ഗാർഫീൽഡ് എങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് പൈസ വേണോ, എനിക്കാണെന്നുണ്ടെങ്കിൽ ജോണിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അറിയാം, നിങ്ങൾക്ക് പൈസ വേണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇവരെ മയക്കാനൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഒരു രക്ഷയില്ല, ഇവരെ കെട്ടി തൂക്കിയിട്ടേക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഗാർഫീൽഡിൻ്റെ അച്ഛനായിട്ടുള്ള വിക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവരെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഗാർഫീൽഡിനാവട്ടെ ഈ ഒരു അച്ഛനാണെന്നുണ്ടെങ്കിൽ ഒട്ടും ഇഷ്ടമല്ല. തന്നെ ഉപേക്ഷിച്ച് പോയ അച്ഛൻ ഇപ്പം എന്തിനാ വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് വഴക്കിട്ടുകൊണ്ടിരിക്കുകയാണ് അവൻ. അപ്പോഴാണ് ഈ ഒരു ഡോഗ്സിൻ്റെ ബോസായിട്ടുള്ള ജിങ്സ് എന്ന് പറയുന്ന പേർഷ്യൻ കാറ്റ് അങ്ങോട്ടേക്ക് വരുന്നത്. വിക്കിൻ്റെ അടുത്ത് ഒരുപാട് പ്രതികാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു പൂച്ചയായിരുന്നു അവൾ. മറ്റൊന്നും കൊണ്ടല്ല, ഒരു ലാക്ടോസ് ഫാമിൽ നിന്ന് പാല് മോഷ്ടിക്കുന്നതിനിടെ വിക്കും അതുപോലെ തന്നെ ഈ ഒരു ജിങ്സ് എന്ന് പറയുന്ന പേർഷ്യൻ കാറ്റും ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ജിങ്സ് എന്ന് പറയുന്ന ഈ ഒരു പേർഷ്യൻ കാറ്റിനെ മാത്രം പിടിച്ചു കെട്ടിയിട്ട് അവിടെ ഉള്ളവർ കൊണ്ടുപോയിട്ട് കൂട്ടിലിട്ടിട്ടുണ്ടായിരുന്നു. അവൾ അനുഭവിച്ച ആ ഒരു യാതനകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവരെ വിട്ട് കിട്ടണമെങ്കിൽ ഈ ഒരു ലാക്ടോസ് ഫാമിൽ നിന്ന് വളരെ ലാർജ് ക്വാണ്ടിറ്റിയിൽ മിൽക്കും കാര്യങ്ങളൊക്കെ ആ ഒരു കണ്ടെയ്നറിൽ എനിക്ക് എത്തിച്ചു തരണം, എന്നാൽ മാത്രമേ ഇവരെ ഞാൻ വിടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവരെ ഇവിടെ നിന്ന് വിട്ടയക്കുന്നത്. ഇവർ മൂന്നുപേരും രക്ഷപ്പെടാതിരിക്കാനായിട്ട് ഈ ഒരു പേർഷ്യൻ കാറ്റ് മറ്റൊരു കാര്യം കൂടി ചെയ്തു വെക്കുന്നുണ്ട്. 24 മണിക്കൂറും ഇവരെ നിരീക്ഷിക്കാനായിട്ട് റോളൻ്റെന്നും നോളനെന്നും പറയുന്ന ആ ഒരു പട്ടിക്കുട്ടന്മാരുണ്ടല്ലോ, അവന്മാരെ ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു തെരുവിൽ തന്നെ ഉപേക്ഷിച്ച് പോയിട്ടുള്ള തൻ്റെ അച്ഛനായിട്ടുള്ള വിക്കിൻ്റെ അടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് റോളൻറ്റും പിന്നെ അതുപോലെ തന്നെ നോളനെന്നും പറയുന്ന പട്ടി അപ്പുറത്തെ ബോർഡിൻ്റെ സൈഡിൽ തന്നെ ഒന്ന് നോക്കുന്നുണ്ട്. അതൊന്നും പറ്റില്ല, മര്യാദയ്ക്ക് പോയിട്ട് ലാക്ടോസ് ഫാമിൽ നിന്ന് മിൽക്കും കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾ പഞ്ഞിക്കിടുന്നൊക്കെയാണ് ഇവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജോൺ ദേ ഫ്രിഡ്ജ് തുറന്ന് നോക്കുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിലും ഭക്ഷണം കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. ഗാർഫീൽഡ് ഇങ്ങനെയൊന്നും ഇടാറില്ലല്ലോ, എല്ലാം അവൻ തുടച്ച് വൃത്തിയാക്കി കഴിക്കാറുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ അന്വേഷിച്ച് നടക്കുക. ലാക്ടോസ് ഫാമിലേക്കുള്ള ട്രെയിനിൽ കയറാനായിട്ട് ഇവർ മൂവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനായിട്ട് മരത്തിൻ്റെ ചില്ല വളച്ച് പിടിച്ചിട്ട് നമ്മുടെ ഗാൾഫീഡിനെ ആ ഒരു ട്രെയിനിലേക്ക് തട്ടി വിടുന്നുണ്ട്. പക്ഷേ ഗാൾഫീഡ് ആണെന്നുണ്ടെങ്കിൽ പറന്ന് പോയിട്ട് പല മരത്തിലും പല പല സാധനങ്ങളിലൊക്കെ ഇടിച്ച് തെറിച്ചിട്ടൊക്കെയാണ് ലാസ്റ്റ് ഏറ്റവും ഇവരൊക്കെ ട്രെയിനിൽ കയറി നിന്നിട്ടും അവൻ അങ്ങനെ ഷട്ടിൽ കളിക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട് പിന്നീടാണ് ഈ ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നത്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ജോൺ ടെൻഷൻ അടിച്ചിട്ട് ഓരോരോ അനിമൽ കൺട്രോൾ സെൻറ്ററിലും അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് എൻ്റെ പട്ടിയെ കണ്ടോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതമർത്തുക അതമർത്തുക എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ ഈ ഒരു ലാക്ടോസ് ഫാമിലേക്ക് എങ്ങനെ കടക്കും, അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെ തരണം ചെയ്ത് നമ്മൾ പോകുന്നൊക്കെ നമ്മുടെ ഗാർഫീൽഡിൻ്റെ അടുത്ത് അവൻ്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട്. അവൻ്റെ അച്ഛൻ പറയണ ഒരു കാര്യങ്ങൾക്കും നല്ല രീതിയിലുള്ള മറുപടിയൊന്നും നമ്മുടെ ഗാർഫീൽഡ് കൊടുക്കുന്നില്ല. എന്നെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയതാ, നിങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ടെന്നൊക്കെയാണ് നമ്മുടെ ഗാർഫീൽഡ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഗുഡ്സ് ട്രെയിനിൻ്റെ ഉള്ളിൽ പോലും നമ്മുടെ ഗാർഫീൽഡിനുള്ള എല്ലാ സൗകര്യങ്ങളും ഓടി എന്ന് പറയുന്ന ആ ഒരു ബീഗിളായിട്ടുള്ള പാവം പട്ടിക്കുട്ടൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇവർ മാത്രമല്ല ഈ ഒരു ട്രെയിനിലുള്ളത് കേട്ടോ. റോളൻഡും നോളനും കൂടി ഈ ഒരു ട്രെയിനിൽ കയറിയിട്ടുണ്ട്. ഇവരെ ഫോളോ ചെയ്യണ പരിപാടിയാണല്ലോ അവർക്ക് ഇപ്പോൾ പ്രധാന ജോലി എന്ന് പറയുന്നത്. ഇവരങ്ങനെ ലാക്ടോസ് ഫാം കണ്ടു. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ഈ ഒരു എക്സിബിഷൻ്റെ ഭാഗമായിട്ട് അവിടെ വന്നേക്കാണ് ഈ ഒരു ഫാമിൽ. ആ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇവരാകെ ഞെട്ടിത്തരിച്ച് നിൽക്കണം. ഇതെങ്ങനെ നമ്മൾ ഈ ഒരു സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ തരണം ചെയ്ത് അവിടെ നിന്ന് വലിയ അളവിൽ മിൽക്ക് എങ്ങനെ മോഷ്ടിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ഒരു മരത്തിൻ്റെ സൈഡിലായിട്ട് ഓട്ടോ എന്ന് പറയുന്ന ഒരു ബുള്ള അവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുന്നത്. എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മുടെ ഗാർഫീൽഡ് പോകുന്നുണ്ട്. ഗാർഫീൽഡ് വെറുതെ ഓരോന്ന് പറഞ്ഞ് ചൊറിഞ്ഞപ്പോൾ ഈ ഒരു ഓട്ടോയ്ക്ക് ദേഷ്യം പിടിച്ച് അവനെ ചവിട്ടി അവിടെ നിന്ന് പുറത്താക്കുന്നുണ്ട്. പക്ഷേ ഓടി അവിടെ പോയപ്പോൾ നമ്മുടെ ഓട്ടോ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. ഓടി അങ്ങനെ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആ ഒരു കഥ പറയുകയാണ്. അതായത് ഈ ഒരു ഫാമും കാര്യങ്ങളൊക്കെ ലാഭത്തിലല്ലാതായപ്പോൾ അവിടുത്തെ മുതലാളി അതൊരു പ്രൈവറ്റ് കോർപ്പറേഷന് കൊടുത്തു. അവർ പിന്നെ ഈ ഒരു ബുള്ളിനെ മാത്രം അവിടെ നിന്ന് ഒഴിവാക്കി ആ ബുള്ളിൻ്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള ഈദൽ എന്ന് പറയുന്ന ഒരു പശു ഉണ്ടായിരുന്നു. ആ ഒരു പശുവിനെയും മാത്രം അവിടെ നിർത്തിയിട്ടുണ്ട്. അത് മറ്റൊന്നിലുമല്ല, സ്കൂൾ പിള്ളേരൊക്കെ വരുമ്പോൾ ആ ഒരു ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു പശുവിനെ മാത്രം അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവർ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പിരിഞ്ഞിരിക്കുകയാണ്. ഒരു ദിവസം വെറും 20 സെക്കൻഡ് മാത്രമേ ഞാൻ അവിടെ കാണാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഈ ഒരു ഓട്ടോ എന്ന് പറയുന്ന ബുള്ള്. അപ്പം നമ്മുടെ ഗാൾഫീൽഡ് പറയുന്നുണ്ട്, ഇവിടേക്ക് കടക്കാനായി, അതായത് ഈ ഒരു ലാക്ടോസ് ഫാമിലേക്ക് കടക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈദൽ എന്ന് പറയുന്ന തങ്ങളുടെ ഗേൾഫ്രണ്ടിനെയും പുറത്തെത്തിക്കാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടല്ല, നമ്മുടെ ബുള്ള് അങ്ങനെ ഒരു പ്ലാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവർക്ക് ഈ ഒരു സെക്യൂരിറ്റി സിസ്റ്റവും കാര്യങ്ങളൊക്കെ എങ്ങനെ തകർത്ത് ഈ ഒരു ലാക്ടോസ് ഫാമിലേക്ക് കയറാം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നല്ല നമ്മൾ തന്നെ മിഷൻ ഇമ്പോസിബിൾ സിനിമ കണ്ടല്ലോ, അതിലുള്ള ആ മ്യൂസിക്കൊക്കെ ഈ ഒരു ടൈമിൽ വരുന്നുണ്ട്. അടിപൊളിയാണ്. ഈ ഒരു പ്ലാനിങ്ങും കാര്യങ്ങൾ പറയുമ്പോൾ പോലും നമ്മുടെ ഗാർഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ അച്ഛനായിട്ടുള്ള വിക്കിനെ തള്ളി പറയുന്നുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോൺ ഇപ്പോഴും ഈ ഒരു കസ്റ്റമർ കെയറിലൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഡീനെയും ഗാർഫീൽഡിനെയും കാണാനില്ലല്ലോ. അയാൾക്കാണെന്നുണ്ടെങ്കിൽ ജോണിനാണെന്നുണ്ടെങ്കിൽ നല്ല വിഷമാവുന്നുണ്ട്. ബുള്ള് അങ്ങനെ ഇവർക്ക് രണ്ടുപേർക്കും, ഗാർഫീൽഡിനും ഗാർഫീൽഡിൻ്റെ അച്ഛനായിട്ടുള്ള വിക്കിനും ഒരു ക്ലാസ് കൊടുക്കുകയാണ്. ഒരു അടിപൊളി ട്രെയിനിങ് ക്ലാസ്. വലിയ വലിയ മരങ്ങളൊക്കെ എടുത്തിട്ട് ഇവർക്ക് നേരെ എറിയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ മാറിക്കളയണം, നിങ്ങൾ ഇത്ര സ്പീഡ് പോരാ, സ്ലോ ആണെന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വിക്കും പിന്നെ അതുപോലെ തന്നെ ഗാർഫീൽഡും, അതായത് അച്ഛനും മോനും തമ്മിൽ നല്ല രീതിയിലുള്ള അടിയും കാര്യങ്ങളും ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മുടെ ഓടിക്ക് ഒരു ഐഡിയ തോന്നും. ഓടി അങ്ങനെ ഇവർ രണ്ടുപേരെയും കൂട്ടിയിട്ട് ഒരു മരത്തിൻ്റെ ചുറ്റോറം അങ്ങനെ കെട്ടിയിടും. ഒരു വലിയ വള്ളി ഉപയോഗിച്ചിട്ട് ഇവരെ രണ്ടുപേരും അങ്ങോട്ട് കൂട്ടിക്കെട്ടും. അപ്പോൾ അച്ഛനും മോനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ആർഗ്യുമെൻ്റ് ഉണ്ടാവും. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ അവിടെ ഉപേക്ഷിച്ച് പോയതായിരുന്നില്ല, അന്ന് രാത്രി നിനക്ക് നല്ല രീതിയിൽ വിശന്നപ്പോൾ ഞാൻ നിന്നെ അവിടെ ആക്കിയിട്ട് ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ചവറ്റ്, അതായത് ഒരു ചവറ്റ് കൊട്ട, ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിൽ നിന്ന് ഒരു മീനെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ തിരികെ വന്ന് നോക്കിയപ്പോൾ നിന്നെ കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് ഞാൻ നിന്നെ കണ്ടെത്തി. ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ നീ ഒരു പയ്യനുമായിട്ട് നല്ല സ്നേഹത്തിൽ അവിടെ നിന്ന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ നിന്നെ ഡിസ്റ്റർബ് ചെയ്യണ്ട, അല്ലെങ്കിൽ നീ നല്ലൊരു രീതിയിൽ ആ ഒരു പയ്യൻ്റെ കൂടെ ജീവിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അടുത്തേക്ക് വരാതിരുന്നതാണ്, അല്ലാതെ ഞാൻ നിന്നെ ഉപേക്ഷിച്ച് പോയതല്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഗാർഫീൽഡിൻ്റെ കണ്ണ് നിറയുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ബുള്ള് വന്നിട്ട് പറയുന്നുണ്ട്, ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ അച്ഛനും മോനും ഒന്നായത്. ഇപ്പം നമ്മൾ ഈ ഒരു ട്രെയിനിങ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ മനസ്സോട് കൂടിയിട്ട് ഈ ഒരു ഹേസ്റ്റ് നടപ്പിലാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇതേ സമയം ആ ഒരു ജിങ്സ് എന്ന് പറയുന്ന പേർഷ്യൻ കാറ്റില്ലേ, ഇവരെ ചതിക്കാനായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മുടെ വിക്കിൻ്റെ അടുത്ത് റിവെഞ്ച് എടുക്കാനായിട്ടാണ് ഈ ഒരു പൂച്ച ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്ന ആ കാര്യങ്ങളൊക്കെ, അതായത് കൂട്ടിലൊക്കെ അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ കാര്യങ്ങളൊക്കെ നമ്മുടെ വിക്കും അനുഭവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊന്നും അറിയാതെ സീക്രട്ടായിട്ട് അവിടുത്തെ അനിമൽ കൺട്രോൾ ഓഫീസറായിട്ടുള്ള മാർജി മലോണിയെ വിളിച്ച് പറയുന്നുണ്ട്. അവിടുത്തെ കോൾ സെൻറ്ററിൽ ഉണ്ടായിരുന്നവർക്കൊന്നും ഈ ഒരു ലാംഗ്വേജ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം പൂച്ചയാണല്ലോ കോൾ ചെയ്ത് പറയുന്നത്. അവിടുത്തെ മാർജി മലോണിയാണെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമതിയായിട്ടുള്ള ഒരു ഓഫീസറായിരുന്നു. അവളങ്ങനെ ഈ ഒരു ട്രാൻസ്ലേറ്റർ, മൃഗങ്ങളുടെ ഭാഷയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചിട്ട് ഈ പൂച്ച എന്താണ് പറയുന്നത് മനസ്സിലാക്കി. അങ്ങനെ അടുത്ത ദിവസം, അതായത് ഈ ഒരു
ലാക്ടോസ് ഫാമിലി കളവ് നടത്താനായിട്ടിരിക്കുന്ന ആ ഒരു ദിവസം വന്നെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബുള്ളാണെന്നുണ്ടെങ്കിൽ പുറത്ത് നിൽക്കുകയാണ്. പുറത്ത് നിന്നിട്ട് ഇവർക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ സ്കൂൾ ടൂറായിട്ട് വരുന്ന പിള്ളേരുടെ ബാഗിൽ കയറിയിട്ട് ഇവർ 3 പേരും ചേർന്നിട്ട് ഈ ഒരു ലാക്ടോസ് ഫാമിലേക്ക് കടക്കാനായിട്ടാണ് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ 3 പേരും ഓരോരോ സ്കൂൾ ബാഗിൽ കയറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയാണ്. അതായത് ഈ ഒരു ഫാമിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഒരു എയർ വെൻ്റ് ഉണ്ട്. ആ ഒരു എയർ വെൻറ്റിലൂടെ കയറിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫാക്ടറിക്കുള്ളിലേക്ക് എത്താനായിട്ട് പറ്റുന്നൊക്കെ നമ്മുടെ ബുള്ള്, അതായത് ഓട്ടോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇവർക്ക്. ഈ ഒരു എയർ വെൻറ്റിലൂടെ കയറിയിട്ടുണ്ടായിരുന്ന ഇവർ നേരെ എത്തിച്ചേരുന്നത് അവിടുത്തെ ആ ഒരു മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഫാക്ടറിയിലെ പല ഉപകരണങ്ങളുടെയും ഇടയിലാണ്. പിന്നെ പറയണോ, നമ്മുടെ ഗാർഫീൽഡിന് അവിടെ നിന്ന് നല്ല രീതിയിലുള്ള പണി കിട്ടുന്നുണ്ട്. ചീസിൻ്റെയും പിന്നെ അതുപോലെ മിൽക്കിൻ്റെ കുപ്പിയൊക്കെ ഇങ്ങനെ കറങ്ങി പോകുന്ന ആ ഒരു ഉപകരണങ്ങളുടെ ഇടയിലും എല്ലാം പെട്ടിട്ട് അവൻ അവിടെ നിന്നൊക്കെ ചാടി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. വിക്കും ഓടിയാണെന്നുണ്ടെങ്കിൽ പല പ്രാവശ്യം ഇവനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ നടക്കുന്നുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമ്മുടെ ഓടി എന്ന് പറയുന്ന ഈ ഒരു നായ്ക്കുട്ടിയുടെ ഒരു ആത്മാർത്ഥതയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പോലും നമ്മുടെ ഗാർഫീൽഡിനെ രക്ഷിക്കുന്നുണ്ട് സ്വയം മറന്നിട്ട്. എല്ലാ പ്ലാനിങ്ങും ഇതുവരെ കറക്റ്റായിരുന്നു, പക്ഷേ പണി പാളി. ഈ ഒരു മാർജി മലോണി, ആ ഒരു അനിമൽ കൺട്രോൾ ഓഫീസർ പെട്ടെന്ന് അവിടേക്ക് വരികയാണ്. പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഈ ഒരു അനിമൽ കൺട്രോൾ ഓഫീസറിനെ എതിർക്കാനായിട്ട് ഗാർഫീൽഡ് ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പക്ഷേ നടന്നില്ല. അവനെ തൂക്കിയെടുത്തിട്ട് ലോക്ക് ചെയ്ത് വിടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വിക്ക്, അതായത് നമ്മുടെ ഗാർഫീൽഡിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചിട്ട് ആ ഒരു മിൽക്കിൻ്റെ ട്രക്ക് എടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ്. ഓട്ടോ എന്ന ബുള്ള് പെട്ടെന്ന് തന്നെ വന്നിട്ട് ഏതെല്ലാം രക്ഷിക്കാനായിട്ട് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അവനെ ഷോക്ക് ഏൽപ്പിച്ചിട്ട് പഴയ സ്ഥലത്തേക്ക് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്. ഓടിയെയും ഗാർഫീൽഡിനെയും മറ്റൊരു ട്രക്കിലേക്ക് പിടിച്ചു കെട്ടിയ ശേഷം കൊണ്ടുപോകുന്നുണ്ട്. ഗാർഫീൽഡിൻ്റെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കുമായിട്ട് പോകുന്ന വഴിക്ക് ജിങ്സും കൂട്ടരും, അതായത് ആ നോളനും റോളൻറ്റും എന്ന പട്ടിയും പിന്നെ അതുപോലെ തന്നെ ആ ഒരു പേർഷ്യൻ കാറ്റുണ്ടല്ലോ, അവരെയും കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ട്രക്കും കാര്യങ്ങളൊക്കെ അവളുടെ അടുത്ത് ഏൽപ്പിക്കുന്നുണ്ട്. അവളങ്ങനെ അവളുടെ റിവെഞ്ചിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. നിന്നെ ആ ഒരു പോണ്ടിലേക്ക് അല്ലെങ്കിൽ ആ ഒരു അനിമൽ കൺട്രോൾ സെൻറ്ററിലേക്ക് അയക്കാനായിരുന്നു എൻ്റെ പ്ലാൻ, നീ അവിടെ പൂട്ടിക്കെട്ടി കിടക്കണമെന്നാണ് ഞാനും ആഗ്രഹിച്ചതെന്നൊക്കെ വിക്കിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ഗാർഫീൽഡും ഓടിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ആ ഒരു അനിമൽ കൺട്രോൾ സെൻറ്ററിലേക്ക് ആക്കിയപ്പോൾ അവിടെ ഒരുപാട് പട്ടിക്കുട്ടന്മാരുണ്ടായിരുന്നു. അവരൊക്കെ നമ്മുടെ വിക്കിനെ പറ്റി പറയുന്നുണ്ടായിരുന്നു. വിക്ക് അല്ലെങ്കിലും ഇങ്ങനെയാ, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ളവരൊക്കെ ചതിക്കും, അവൻ മാത്രം രക്ഷപ്പെടും, അവൻ ഏത് നേരം അവൻ്റെ മോനെ കാണാൻ പോകണം, ആ മരത്തിൻ്റെ മുകളിൽ നിന്നിട്ട് അവൻ്റെ മോനെ എന്തൊക്കെയാണ് കഴിക്കുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നൊക്കെ അവൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം, അവൻ അതിനൊക്കെയാണ് നേരെയുള്ളതെന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഗാർഫീൽഡിന് ഒരുപാട് വിഷമം വരുന്നുണ്ട്. അവൻ്റെ അച്ഛന് ഇത്രയും ഇഷ്ടമായിരുന്നു അവനെ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം ജോണ് അങ്ങോട്ടേക്ക് വരികയാണ്. ജോണ് ആ ഒരു സെൻറ്ററിൽ നിന്ന് ആ പട്ടിക്കുട്ടനെയും പിന്നെ അതുപോലെ തന്നെ ഗാർഫീൽഡിനെയും കണ്ടെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. വീട്ടിലേക്ക് എത്തിയിട്ടുള്ള ഗാർഫീൽഡ് അതിന് ഭയങ്കര ഹാപ്പി ആയിരിക്കുകയാണ്. വീണ്ടും നല്ല ആഡംബര ജീവിതം നയിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജോൺ ഇവരെ ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുമ്പോഴാണ് തൊട്ടപ്പുറത്ത് ഒരു ഓക്ക് ട്രീ, അതായത് ഒരു മരത്തിൻ്റെ മുകളിൽ ഇരുന്നിട്ടാണ് അച്ഛൻ തന്നെ നിരീക്ഷിച്ചിരുന്നതൊക്കെ ആ ഒരു പട്ടിക്കുട്ടന്മാരൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇവൻ. അങ്ങനെ ഇവൻ ആ ഒരു മരത്തിൻ്റെ അടുത്തേക്ക് പോയി നോക്കുകയാണ്. അപ്പോൾ ഈ പട്ടിക്കുട്ടന്മാർ പറഞ്ഞതും അച്ഛൻ പറഞ്ഞതും എല്ലാം സത്യമായിരുന്നു. കാരണം എൻ്റെ എല്ലാ വളർച്ചയും എൻ്റെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാ കാര്യങ്ങളും അച്ഛൻ ഈ മരത്തിലിരുന്നുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ആ മരത്തിൻ്റെ മുകളിൽ കയറി നോക്കുന്നുണ്ട്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പാടുകളുണ്ടായിരുന്നു. മരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മുടെ ഗാർഫീൽഡ് ഓടിയോട് പറയുന്നുണ്ട്, അച്ഛൻ പാവാട, അച്ഛന് നമ്മളെ 2 പേരെ ഇഷ്ടമായിരുന്നു, എന്നെ മാത്രമല്ല നിന്നെ ഇഷ്ടമാണ്, നമുക്ക് അച്ഛൻ എന്തായാലും രക്ഷിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഓടിയാണെന്നുണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ 2 പേരും കൂടി ചേർന്നിട്ട് ആ ഒരു ഉപേക്ഷിക്കപ്പെട്ട മാളിൽ വീണ്ടും പോയി നോക്കുകയാണ്. അവിടെ പോയി നോക്കുമ്പോഴാണ് ഈ ഒരു ക്യാറ്റ് വിക്കിൻ്റെ അടുത്ത് റിവെഞ്ച് എടുത്ത കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവുന്നത്. അവിടെയുള്ള ആ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ അവർ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഗാർഫീൽഡിൻ്റെ അച്ഛനെ ട്രെയിനിൽ കൊണ്ടുപോയിട്ട്, അന്ന് അവർ പോയിരുന്ന ആ ഒരു ട്രെയിനിൽ കൊണ്ടുപോയിട്ട് ഒരു വലിയ പാലത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിടാനാണ് ഇവരുടെ പ്ലാന്. അങ്ങനെ വീണ്ടും നമ്മുടെ ഗാർഫീൽഡ് ആ ഒരു മരത്തിൽ കയറിയിട്ട് വീണ്ടും ചവണ വലിക്കുന്നത് പോലെ ആ ഒരു മരത്തിൻ്റെ തടി വലിച്ചിട്ട് വീണ്ടും സൂപ്പർമാനൊക്കെ പോലെ പറന്ന് ഈ ഒരു ട്രെയിനിലേക്ക് കയറാനായിട്ട് ശ്രമിക്കുകയാണ്. ഇതിന് കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ ഓട്ടോയും കൂടെയുണ്ട്, അതായത് ആ ബുള്ള്. ഒരുവിധം ഈ ഒരു ട്രെയിനിൽ കയറി പറ്റുന്നുണ്ട്. പക്ഷേ റോളൻറ്റും നോളനും ഇത് കാണുന്നുണ്ട്. അതായത് ആ പട്ടിക്കുട്ടന്മാർ, നമ്മുടെ പേർഷ്യൻ കാറ്റ്, ജിങ്സ് എന്ന പേർഷ്യൻ കാറ്റിൻ്റെ അടിമകളായിട്ടുള്ള ആ ഒരു പട്ടിക്കുട്ടന്മാർ ഇതൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇവനെ പിടിക്കാനായിട്ട് ഈ ഒരു പട്ടിക്കുട്ടന്മാരും ഈ ഒരു ട്രെയിനിൻ്റെ മുകളിലേക്ക് കയറുന്നുണ്ട്. ഗാർഫീൽഡ് അപ്പം തന്നെ നമ്മുടെ
ഓഡിയെ വിളിക്കുന്നുണ്ട്. ഓഡിയെ വിളിച്ചിട്ട് എടാ ഓർഡർ പെട്ടെന്ന് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ഒരുപാട് ഡ്രോണുകൾ ഭക്ഷണവുമായിട്ട് ഓർഡർ ചെയ്യാനായിട്ട് നമ്മുടെ ഗാർഫീൽഡിൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ഈ ഒരു ഓർഡറിൻ്റെ ഈ ഓരോരോ പാക്ക് ഉണ്ടാവില്ലേ, ആ പാക്കിലൊക്കെ ചവിട്ടി കയറിയിട്ട് നമ്മുടെ ഗാർഫീൽഡ് എങ്ങനെ ഇവരോട് ഫൈറ്റ് ചെയ്യണം. ഗാർഫീൽഡിൻ്റെയും കൂട്ടരുടെയും പ്ലാന് മറ്റൊന്നുമല്ല, ഈ ഒരു പാലത്തിൻ്റെ അടിയിലായിട്ട് നമ്മുടെ ഓടി നിൽക്കുന്നുണ്ട്. ഓടി വെറുതെ നിൽക്കല്ല, അവിടെ ഒരു വലിയ വല തീർത്തിട്ടുണ്ട്. ആ ഒരു വലയിലേക്ക് ഇവർ രണ്ടുപേരും ചാടും. അങ്ങനെ രക്ഷപ്പെടാനായിട്ടാണ് പ്ലാന്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഗാർഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഗോഡ്സില്ലയുടെ ആറ്റോമിക് ബ്രെത്തും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ല കിടിലൻ സീനാണത്. ഇടയ്ക്ക് വെച്ച് ട്രെയിനിൽ നിന്ന് നമ്മുടെ ഗാർഫീൽഡ് വീഴാനായിട്ട് പോകുന്നുണ്ട്. അവൻ്റെ അച്ഛൻ അങ്ങനെ അവനെ കൈകൊണ്ട് തന്നെ പിടിച്ച് കയറ്റുന്നുമുണ്ട്. അച്ഛനും മോനും സ്നേഹപ്രകടനത്തിന് ശേഷം നമ്മുടെ ഗാർഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ അച്ഛനെ അവിടെ നിന്ന് തള്ളി താഴെ ഇടുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു വലയിലേക്ക് ചാടുന്നതാണ് അവർ രണ്ടുപേരും. പക്ഷേ വലയുടെ ടൈറ്റ് ഇച്ചിരി കൂടിപ്പോയി. അവർ വീണ്ടും തിരിച്ച് റിട്ടേൺ അടിച്ചിട്ട് ഗാർഫീൽഡ് ഈ ഒരു ട്രെയിനിലേക്ക് തന്നെ വീഴുന്നുണ്ട്. അവിടെ വെച്ച് റോളൻഡും നോളനും നമ്മുടെ വിക്കിനെയും പിന്നെ അതുപോലെ തന്നെ ഗാർഫീൽഡിനെയും പിടിച്ചിരിക്കുകയാണ്. ഉടനെ തന്നെ ജിങ്സ് പറയുന്നുണ്ട് ഈ ഒരു പേർഷ്യൻ കാറ്റ് അവരെ താഴേക്ക് അറിയാൻ പറയുമ്പോൾ റോളൻഡും നോളനാണെന്ന് ഇവൾക്കെതിരെ തിരിയാണ്. ഞാൻ പറയുന്നത് കേൾക്കാൻ മടിയാണോടാന്ന് പറഞ്ഞിട്ട് ഇവളെ എല്ലാവരെയും ചേർത്തിട്ട് താഴേക്ക് തള്ളിയിടുന്നുണ്ട്. അങ്ങനെ ഒരു കമ്പ് തട്ടിയിട്ട് ഇവളും താഴേക്ക് വീഴുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും ഒരു വിധത്തിൽ ആ ഒരു വലയിലേക്ക് രക്ഷപ്പെട്ട് വീഴുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഗാർഫീൽഡ് ഒരു പണി ചെയ്യുന്നുണ്ട്. ഗാർഫീൽഡും കൂട്ടരും കൂടി ചേർന്നിട്ട് ഈ ഒരു മാർജി മലോണിയെ വിളിക്കുകയും ജിങ്സിനെയും പിന്നെ ഈ ഒരു പാൽ നിറച്ചിട്ടുള്ള ട്രക്കും കാര്യങ്ങളൊക്കെ അവരെ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. ഒപ്പം എക്സ്ചേഞ്ച് ആയിട്ട് ഈതലിനെ വേണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ മാർജി മലോണി വന്നിട്ട് നമ്മുടെ ജിങ്സ് എന്ന് പറയുന്ന ആ ഒരു പേർഷ്യൻകാരനെ കൂട്ടിലിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവളെ ഇനി കമ്മ്യൂണിറ്റി സർവീസിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമെന്നും പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഈതലിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. ഈതലും ഓട്ടോയും അങ്ങനെ അവിടെ വെച്ച് ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. പിന്നെ പറയണോ ഗൈസ്, ഒരു ചുംബനവും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് ആ ഒരു സീൻ അവിടെ വെച്ച് കട്ടാവുകയാണ്. തിരിച്ച് വീട്ടിലെത്തുണ്ടായിരുന്ന ഓഡിയും വിക്കും ഗാർഫീൽഡും അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അച്ഛനും മോനും ഇപ്പോൾ ഭയങ്കര സ്നേഹമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛനും ഇവിടെ കൂടിക്കോന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഇല്ല മോനെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ പുറത്തോട്ട് പോകുന്നുണ്ട്. അതിനൊക്കെ ശേഷം ജോൺ ആണെന്നുണ്ടെങ്കിൽ ഓഡിയെയും പിന്നെ അതുപോലെ തന്നെ ഗാർഫീൽഡിനെയും കണ്ടിട്ട് ഒരുപാട് സന്തോഷപ്പെടുന്നുണ്ട്. അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജോണിന് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന ഗാർഫീൽഡ് അങ്ങനെ അച്ഛനെ പോയിട്ട് ആ ഒരു മരത്തിൽ അച്ഛൻ ഉണ്ടാവുന്നവൻ അറിയാലോ, അതായത് നമ്മുടെ വിക്കിനെ പോയിട്ട് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ വിക്കും ആ ഒരു കുടുംബത്തിലേക്ക് വന്നേക്കുകയാണ്. പിന്നെ പറയണോ പൊടി പൂരം, അല്ലാതെ എന്താ, നമ്മുടെ ഗാർഫീൽഡാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. അവനങ്ങനെ എന്തൊക്കെയോ കുക്ക് ചെയ്തിട്ട് അടുക്കളയൊക്കെ നാശാക്കിയിട്ടിട്ടുണ്ട്. അതിനുശേഷം ഇവർക്ക് 3 പേർക്കും കൂടി വിളമ്പി കൊടുക്കുകയാണ്. അതായത് ജോണും ഉണ്ട്, ഓഡിയും ഉണ്ട്, വിക്കും ഉണ്ട്, പിന്നെ നമ്മുടെ ഗാർഫീൽഡാണ് ഇന്നത്തെ കുക്കും. ജോൺ അങ്ങനെ അവൻ്റെ ഫോണിൽ ഇങ്ങനെ ഓർഡർ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കും. എൻ്റെ ഫോണിൽ നിന്ന് 6000 ഡ്രോൺ ഡെലിവറിയോ, ഈശ്വര ഇതെന്താന്ന് പറയുമ്പോൾ നമ്മുടെ ഗാർഫീൽഡ് ഇതേ നമ്മളെ നോക്കി കണ്ണടിച്ച് കാണിക്കുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത് ഗൈസ്. പിന്നെ അവർ 4 പേരും കൂടി ചേർന്ന് നല്ല അടിപൊളിയായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ഇടയിൽ ഗാർഫീൽഡിൻ്റെ ബർത്ത്ഡേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരും, അതായത് റോളൻഡും നോളനും എല്ലാവരും വന്നിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് അന്തം വിട്ട് നിൽക്കുകയാണ് ജോൺ അവിടുത്തെ ചെറിയ ഫോട്ടോ മാറ്റിയിട്ട് വലിയ ഫോട്ടോ വയ്ക്കുന്നുണ്ട്. അതിൽ നമ്മുടെ വിക്കും ഉണ്ട്. ഇങ്ങനെയാണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ അച്ഛനും മോനും തമ്മിലുള്ള ബന്ധവും കാര്യങ്ങളൊക്കെ ഈ ഒരു സിനിമയിൽ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ. പിന്നെ കൂട്ടുകാരെ, നിങ്ങളുടെ വീട്ടിലുള്ള ഗാർഫീൽഡിൻ്റെ പേരൊന്ന് പറയാമോ? എൻ്റെ വീട്ടിലുള്ള ഇവന് ഞാൻ പേരിട്ടിരുന്നത് മണിയൻ എന്നാണ് കേട്ടോ. പക്ഷേ കുറച്ച് വളർന്ന് വലുതായപ്പോഴാണ് മനസ്സിലായത് ഇവൻ പെൺകുട്ടിയാണെന്ന്. ഇപ്പോൾ അവന് മണിക്കുട്ടി എന്നാക്കിയിട്ടുണ്ട് പേര്.